ബെത്ലഹേം മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സഭയുടെ ഡിസിപ്ലിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്. പ്രത്യേകിച്ചും വ്യവഹാരങ്ങൾ സഭയിൽ നടക്കുന്നതിനെക്കുറിച്ചാണ് ചിന്തിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 10-ാം വാക്യം വരെ 1 കൊരിന്ത്യർ 6:1 മുതൽ 10 വരെയാണ് ചിന്തിച്ചത്. 11 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് ചിന്തിക്കാമെന്ന് വിചാരിക്കും. അത് ഞാൻ വായിക്കാൻ, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. സകലത്തിനും എനിക്ക് കർത്തവ്യം ഉണ്ടെങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യം ഉണ്ടെങ്കിൽ ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. രാജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കും ഉള്ളത്, എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിന്. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തൻ്റെ ശക്തിയിൽ ഉയർപ്പിക്കും. ഞങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നുവെന്ന് അറിയുന്നില്ലേ? ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ ഞാനെടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കും. ഒരു നാൾ വരുന്നത് വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഇരുവരും ഒരു ദേഹിയായി തീരും എന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏക ആത്മാവാകുന്നു. ദുർനടപ്പ് വിട്ടോടുവീൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന മന്ദിരമാവും നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ല. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇതിൽ ഒരുപാട് ചിന്തകളുണ്ട്. ഇന്ന് തീർന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിലൂടെ നമുക്കെടുക്കാം എന്ന് ചിന്തിക്കുന്നു. എന്തായാലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്, നിങ്ങളും ഈ വകക്കാരായിരുന്നു. ഏത് വകക്കാരാ? ഈ നേരത്തെ പറഞ്ഞ 9-ാം 10-ാം വാക്യങ്ങളിൽ പറഞ്ഞ ദുർനടപ്പുകാരും വിഗ്രഹാരാധികളും വ്യഭിചാരികളും സ്വയംഭോഗികളും പുരുഷകാമികളും കള്ളന്മാരും അത്യാഗ്രഹന്മാരും മദ്യപന്മാരും വാവിഷ്ണക്കാരും പിടിച്ചുപറിക്കാരും ഒക്കെ ആയിരുന്നു. എന്നാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കും. അതായത് പൗലോസ് പറയുന്നത് കഴുകൽ പ്രാപിച്ചു. ഇവിടെ സ്നാനത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. കഴുകൽ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ ആത്മാവ് നിങ്ങളെ ശുദ്ധീകരിച്ചു. അതാണ് പറഞ്ഞത്. ആത്മാവ് നിങ്ങളെ ശുദ്ധീകരിച്ച് അവൻ നിങ്ങളെ നീതീകരിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താണ്? വിശുദ്ധ ജീവിതം നമ്മൾ നയിക്കണം. വിശുദ്ധ ജീവിതം നമ്മൾ നയിക്കണം. അതിനുവേണ്ടി നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. നീതീകരണം നേരത്തെ സംസാരിച്ച വിഷയങ്ങളാണിതെല്ലാം. അത് കുറ്റമില്ലാത്ത അവസ്ഥയാണ്. അത് ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്നു. ക്രിസ്തുവിൻ്റെ പുനഃസൃഷ്ടി നമ്മൾക്ക് ശക്തി തരുന്നു. അവൻ അതുകൊണ്ട് നമ്മൾ ദിവസവും വിശുദ്ധീകരിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന് കാണുന്നു. അതുകൊണ്ട് എന്താണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്? നമ്മൾ അശുദ്ധിക്കെതിരായിട്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കണം. അശുദ്ധിക്കെതിരായിട്ടുള്ളൊരു പ്രബോധനമാണ് 12 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുന്നത്. നമ്മുടെ ശരീരധർമ്മത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്താണ്? ശാരീരിക വിശുദ്ധി പാലിക്കണം എന്ന് പ്രബോധിപ്പിക്കുന്ന ക്രിസ്തീയ സ്വാതന്ത്ര്യം ഈ നടപടികൾ എടുക്കുകയും അത് നമ്മൾ സഭയുടെ വളർച്ചയ്ക്ക് അത് നമുക്ക് സഹായമായി തീരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന് പരിമിതികളുണ്ട്. കാരണം ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് പലപ്പോഴും പറ്റുന്നില്ല. അതാണ് പ്രശ്നം. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത് ശരീരം കൊണ്ട് ഒരു വിശ്വാസി ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ളതാണ് പറയുന്നത്. വിശ്വാസി ക്രിസ്തുവിൽ സ്വതന്ത്രനാണ്. അതുകൊണ്ട് അവന് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യം പാപത്തിന് മറയാക്കാൻ പാടില്ല. ശരീരം എന്ന് പറയുന്നത് ദൈവം ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്നതാണ്. ദൈവം സങ്കീർത്തനം 139 പറയുന്ന അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം അതെങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല. ദൈവത്തിന് മാത്രമേ അറിയാവൂ. എക്സും വൈയും എക്സും ഒക്കെ റിലേറ്റ് ചെയ്തുണ്ടാവുന്ന മനുഷ്യ ശരീരം അവിടെ ദൈവത്തിൻ്റെ ആണ് നമ്മുടെ ശരീരമല്ല. എന്നാണ്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ശരീരങ്ങൾ 15-ാം വാക്യത്തിലാണ്, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ശരീരമെല്ലാം ദൈവത്തിൻ്റെ അവയവമാണ്.
നമ്മൾ സ്വതന്ത്രരാണ്. എന്നാൽ നമ്മുടെ ശരീരം കർത്താവിൻ്റെ അവയവം എന്ന നിലയിൽ കർത്താവിനോടൊപ്പമാണ്. അതുമാത്രവുമല്ല, താഴോട്ടുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നതാണ്, ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം എന്ന നിലയിൽ. നേരത്തെ 3:16 നമ്മൾ പഠിച്ചു. ഇവിടെയും ഉണ്ട് 19-20 വാക്യങ്ങളിൽ പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നു. അന്നേരം ശരീരവും കർത്താവും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. കാരണം ശരീരം ക്രിസ്തുവിൻ്റെ അവയവമാണ്. മൂന്നാമത് പറഞ്ഞത് ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. അന്നേരം എന്ത് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ശരീരത്തിന് എന്ന് നമ്മൾ മറന്നു പോകരുത്. ശരീരം നഷ്ടപ്പെട്ടു പോകും, നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞാലും ഈ ശരീരത്തിന് അതിൻ്റേതായിട്ടൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന്. കാരണം എന്താണ്? ക്രിസ്തുവിൽ നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെട്ടു എന്നുള്ളതാണ്. അതാണ്, ക്രിസ്തുവിൽ നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെട്ടതിനാൽ ഈ ശരീരം പ്രവർത്തിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ആജ്ഞപ്രകാരം ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എന്ന് വെച്ചാൽ സകലതും എനിക്ക് ചെയ്യാം, അനുവദീയമാണ്, എല്ലാം എനിക്ക് അനുവദീയമാണ്. എന്നാൽ എല്ലാം എനിക്ക് പ്രയോജനമില്ല, അല്ലേ? പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഈ പ്രയോജനം എന്നുള്ള അഗത്തോസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് വേർഡ്, ഈ അഗത്തോസ് എന്താ യൂസ്ഫുൾ അത് മാത്രം ചെയ്യുക. യൂസ്ലെസ് ആയിട്ടുള്ളത് എന്തിനാണ് ചെയ്യുന്നത്? ഒരു പ്രയോജനമില്ലാത്തത് എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്കൊരു നേരത്തെ ഉള്ള കുഞ്ഞുങ്ങളുമായിട്ട് ചേർന്ന് ഈ കമ്പ്യൂട്ടറിൽ ഈ കൊച്ചു ഗെയിമൊക്കെ കളിക്കുന്ന ഒരു പരിപാടിയാണ്. കുഞ്ഞുങ്ങൾക്കത് ഇഷ്ടമാണ് കളിക്കാനും ഒക്കെ. നമുക്കെന്തോ പ്രയോജനമാണ്? ഒരു പ്രയോജനമില്ല, നമ്മുടെ സമയം കളയാവുന്നല്ലേ ഉള്ളൂ. എന്നാൽ അതൊന്നും പ്രത്യേകിച്ച് എന്നെ ഹർട്ട് ചെയ്യുന്നില്ല, പ്രത്യേകിച്ചൊരു കാര്യം ചെയ്യുന്നില്ല. അത് പ്രയോജനമില്ലാത്തൊരു കാര്യം നമ്മൾ എന്തിനാ അതിന് നമ്മൾ പോയി തലവെച്ച് കൊടുക്കുന്നത്? അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ പ്രയോജനമുള്ള കാര്യം മാത്രം ക്രിസ്തീയ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുക. ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് അതിനകത്തുണ്ട്. അതുകൊണ്ട് യാതൊന്നിനും ഞാൻ അനിധീനനാകുകയില്ല. നാം ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ആ ഒരു പ്രവർത്തനത്തിൻ്റെ അടിമയാക്കി മാറ്റരുത്. അപ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. നമ്മൾ അടിമയായിപ്പോയാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. ശ്രദ്ധിക്കുക പറയുന്നത്. ഹലോ, ഒരു കാര്യത്തിൻ്റെ അടിമയായിപ്പോയാൽ ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ നമ്മൾ വീണ്ടും ഒരു ബോണ്ടേജിലാണ്. അതിന് സകലതും പ്രയോജനമുള്ളതല്ല. അതുകൊണ്ട് പ്രയോജനമുള്ളത് മാത്രം ചെയ്യുക. ഒന്നിനും നമ്മൾ അടിമയാകാനായിട്ട് പാടില്ല എന്ന് പറയുന്നു. ശരീരത്തിൻ്റെ എക്സാമ്പിൾ ഇതിനകത്ത് പറയാം, വീണ്ടും എടുക്കാം. ദുർനടപ്പ് ചിലപ്പം ശരീരത്തിന് ഇഷ്ടമായിരിക്കും, അല്ലേ? ചില ആളുകൾക്ക്, എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല, ചില ആളുകൾക്ക്. എന്നാൽ ദുർനടപ്പ് ശരീരത്തിൻ്റെ നിയമാനുസൃതമായ ഉപയോഗമല്ല. ഏത് രീതിയിലുള്ള ദുർനടപ്പായാലും അത് എന്തിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ നാശമാണ് അതിൻ്റെ ദുരുപയോഗം മൂലം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത് നമ്മൾ ശരീരം നിയമാനുസൃതമായി തന്നെ ഉപയോഗിക്കണം. എപ്പോഴും അത് ഓർക്കുക. ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കും. 6:13 ഭോജ്യങ്ങൾ വയറിനും വയറ് ഭോജ്യങ്ങൾക്കും. ഇത് കോരിന്ത്യർ ഉദ്ധരിച്ച മറ്റൊരു മുദ്രാവാക്യമാണ്. കാരണം പ്രാകൃത ശരീരത്തിൻ്റെ മൃഗീയ വാസനകൾ ആത്മാവിനെ ബാധിക്കും. ശരിക്കും അത് ദുർനടപ്പ് നടന്നാൽ അത് ആത്മാവിനെ ബാധിക്കും. അവിടെയാണ് പൗലോസ് അത് പറയുന്നത്, ഈ വേശ്യയോട് പറ്റിച്ചേരുന്നവൾ അവളുമായി ഏക ശരീരമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അതുകൊണ്ട് ലൈംഗിക ധർമ്മമായാലും വയറിൻ്റെ ആവശ്യമായാലും എല്ലാം ശരീരം കർത്താവിനുള്ളതാണ് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഭോജ്യങ്ങൾ കഴിക്കുന്ന കാര്യത്തിലായാലും
അതുപോലെ ലൈംഗിക ധർമ്മത്തിലായാലും ഈ ശരീരം കർത്താവിനുള്ളതാണെന്ന് മനസ്സിലാക്കി അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ടുള്ളത്. കർത്താവിൻ്റെ ഹിതപ്രകാരം മാത്രം ശരീരം ഉപയോഗിക്കുക. ലൈംഗിക വിശപ്പ് തീർക്കാനുള്ളതല്ല ശരീരം. ശരീരത്തിൽ എന്ത് ചെയ്താലും അത് മുഴുവൻ വ്യക്തിത്വത്തെ ബാധിക്കും. അതുകൊണ്ട് ശരീരം ദുർനടപ്പിന് സമർപ്പിക്കാതെ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടണം. അതാണ് ആവശ്യം. റോമർ 12:9 പറയുന്ന വിശുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക എന്നുള്ളത്. കർത്താവിൻ്റെ വരവിങ്കൽ നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അവൻ ഉയർപ്പിച്ചതുപോലെ 6:14 പറയുന്ന അവൻ ഉയർപ്പിച്ചതുപോലെ, കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും അവൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കും എന്നുള്ളൊരു ബോധ്യം നമ്മളെ ഭരിക്കണം. എൻ്റെ ശരീരം ഉയർക്കും, കർത്താവിനെ ഉയർപ്പിച്ച അതേ ശക്തിയിൽ നമ്മളെ ഉയർക്കും. അതുകൊണ്ട് ശരീരത്തിൻ്റെ മഹത്വവും പദവിയും നമ്മൾ ഒരിക്കലും എടുത്തു കളയാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് പൗലോസ് ഇവിടെ വീണ്ടും ഇതിനെ ബലപ്പെടുത്തുകയാണ്. കർത്താവ് വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവനുമായിട്ട് ഏകാത്മാവാകുകയാണ്. ആരാ? വേശ്യയായിട്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് വിശ്വാസികളുടെ മാരേജിൻ്റെ കാര്യം ഞാൻ ഒരിക്കലും സംസാരിച്ചിട്ടുണ്ട്. അതിൽ പോലും നമ്മൾ പറയുന്ന ഇതാണ്, അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ. എനിക്ക് തോന്നുന്നു അത് ഇനിയും വരുന്നുണ്ട്. അവിശ്വാസികളായി ഇണയില്ലാപ്പിണ കൂടരുത്. ഞാൻ അടുത്ത ചാപ്റ്ററിൽ വരുമ്പോൾ അത് കൂടുതലായിട്ട് നമ്മൾ പറയാം. എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ആത്മാവ് വേറൊരു മനുഷ്യൻ്റെ ആത്മാവും തമ്മിൽ ഐക്യത്തിൽ വരുന്നത്. 1 തെസ്സലോനിക്കർ 15-17 വരെയുള്ള വാക്യങ്ങളിലും കർത്താവിൻ്റെ പ്രത്യക്ഷയിൽ ജീവനോടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ കൂടി ഉൾപ്പെടുത്തുന്നുണ്ടെന്നും ഇവിടെ പൗലോസ് ചിന്തിക്കുന്നുണ്ട്. എന്നാൽ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് താൻ മരിക്കുമെന്ന് ചിന്ത തനിക്കുണ്ടായതായി പിന്നീട് സൂചിപ്പിക്കുന്ന 2 കൊരിന്ത്യർ 5:1. അത് ശ്രദ്ധിക്കാതെ ഞാൻ ഈ തരുണത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മരിച്ചവരിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് തനിക്കുള്ള ഉയർപ്പിൻ്റെ ഉറപ്പാണെന്ന് താൻ വിശ്വസിച്ചു. കോരിന്തിൽ ചിലർ പുനരുത്ഥാനം വിശ്വസിച്ചില്ലെങ്കിലും ശരീരത്തെക്കുറിച്ച് കർത്താവിൻ്റെ കരുതൽ ഈ ഭാഗത്തെ പൗലോസ് ഊന്നി പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ചില ആളുകൾ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ശരീരം വേണ്ടാത്തതിന് സമർപ്പിക്കുക എന്നുള്ളതല്ല. പുനരുത്ഥാനം ഉണ്ട് എന്ന് മനസ്സിലാക്കി അത് കർത്താവിൻ്റെ ശരീരത്തോട് ചേർന്നിരിക്കുന്നതിനാൽ അതിൽ വിശുദ്ധിയിൽ സൂക്ഷിക്കാനുള്ള ഒരു വലിയ ആഹ്വാനം കൂടി ഇതിൽ പറയുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ നേരത്തെ പറഞ്ഞ് ഓരോ വിശ്വാസിയും ക്രിസ്തുവിൻ്റെ സഭയുടെ ശരീരമാണെന്നും ക്രിസ്തുവിൻ്റെ അവയവം ബലമായി പറിച്ചെടുത്ത് വേശ്യയുടെ അവയവമാക്കുന്ന അരുതെന്നും വേശ്യയോട് പറ്റിച്ചേരാൻ പാടില്ല എന്നും ഭാര്യ ഭർത്താക്കന്മാരുടെ ഉപദേശത്തിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അതിൻ്റെ അനുഭവം, പറ്റിച്ചേരുന്നവൻ്റെ അനുഭവം വേശ്യയോട് പറ്റിച്ചേരുന്ന ബന്ധത്തിൽ നിന്ന് വിഭിന്നമാണ്. നാം ക്രിസ്തുവിൻ്റെ അവയവമായതിനാൽ പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്നാണ് ഇരിക്കുന്നത്. ഈ ബന്ധത്തെ നമ്മൾ കൊണ്ടുപോയി പിശാചുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. കാരണം ഈ പ്രൊഫഷണലായിട്ട് ഇങ്ങനെ ദുർനടപ്പിൽ ജീവിക്കുന്നവരിൽ ഉള്ളിൽ വസിക്കുന്നത് പൈശാചിക ശക്തിയാണ്. അതുകൊണ്ട് ഈ പൈശാചിക ശക്തികളിൽ നമ്മുടെ ജീവിതങ്ങളെ കൊണ്ട് കൊടുക്കരുത് എന്ന് പറയുകയാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ദുർനടപ്പ് വിട്ടോടുവീൻ. ദുർനടപ്പ് നമ്മൾ വിട്ട് ഓടണം. നമ്മൾ ദുർനടപ്പ് കാണുമ്പോൾ അവിടെ നിൽക്കരുത്. അത് വലിയ അപകടമാണ്. അതുകൊണ്ട് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. മാനഹാനി, ആരോഗ്യഹാനി, രോഗം ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും അവന് എന്തായാലും പറയുന്നത്, മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. എന്നാൽ അവൻ ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്താൽ പാപം ചെയ്യുന്നു. അതുകൊണ്ട് ഈ പാപങ്ങളുടെ ദൂഷ്യഫലം വേറെ രീതിയിൽ അവന് വരും. അത് വേറെ രീതിയിൽ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് അവന് പറ്റുകയില്ല. ഇവിടെ വേശ്യ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ദേവദാസികളെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. നേരത്തെ അത് സൂചിപ്പിച്ചു. അതൊരു രീതിയിലുള്ള വിഗ്രഹാരാധന അവരുടെ ജീവിതത്തിൽ വരും. അതുപോലെ വിഗ്രഹാർപ്പിതം തിന്നുന്ന കാര്യങ്ങൾ വരും. അതുകൊണ്ട് എപ്പോഴും ഓർക്കേണ്ട കാര്യം, വിട്ടോടുക. ദുർനടപ്പ് കാണുമ്പോൾ വിട്ടോടുക. 1 തെസ്സലോനിക്കർ 4:4 2 തിമോത്തിയോസ് 2:22 ഇതേ കാര്യം പറയുന്നു. 1 തെസ്സലോനിക്കർ 4:4 ഇങ്ങനെയാണ് പറയുന്നത്: ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രങ്ങളെ നേടിക്കൊള്ളട്ടെ. 4-5 വാക്യമാണ്. അന്നേരം കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രങ്ങളെ നേടിക്കൊള്ളട്ടെ.
പൊസസ് ഹിസ് വെസൽ ഇൻ സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഹോണർ. അതാണ് പറയുന്നത് 2 തിമോത്തിയോസ് 2:22 ഫ്ലീ ഫ്രം യൂത്ത്ഫുൾ ലസ്റ്റ്, യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോട് കർത്താവിനെ വിളിച്ചേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനമായിരിക്കും. ഓടാനാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്, ഫ്ലീ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ദുർനടപ്പ് കാണുമ്പോൾ അവിടെ നിന്ന് എൻജോയ് ചെയ്യാം എന്ന് വിചാരിക്കരുത്. അവിടെ നിന്ന് ഓടിപ്പോകണം എന്നാണ് പറയുന്നത്. അതിൽ നമ്മൾ വിട്ടോടേണ്ടത് എന്തൊക്കെയാണ്? വിശ്വാസി വിട്ടോടേണ്ട പ്രധാനമായിട്ട് ഇതിൽ നിന്ന് എടുക്കുമ്പോൾ ഇതിൽ നിന്ന് കാണുന്ന ഒന്ന് ദുർനടപ്പ് വിട്ടോടണം. 1 കൊരിന്ത്യർ 6:18 നമ്മൾ ചിന്തിച്ചാണ്. അതുപോലെ 1 കൊരിന്ത്യർ 10 വിഗ്രഹാരാധന വിട്ടോടാൻ പറയുന്നുണ്ട്. തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ 1 തിമോത്തിയോസ് 6:10-11 വാക്യങ്ങളിലെ ദ്രവ്യാഗ്രഹം വിട്ടോടാൻ പറയുന്നുണ്ട്. നേരത്തെ വായിച്ച 2 തിമോത്തി 2:22 യൗവന മോഹങ്ങളെ വിട്ടോടാൻ പറയുന്നുണ്ട്. എബ്രായർ 12:1 ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടോടാൻ പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ വിട്ടോടി ദൈവത്തിൻ്റെ രാജ്യത്തിൽ നമ്മൾ പ്രവേശിക്കാൻ, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളായി തീരുക. അതുകൊണ്ട് നിങ്ങൾ അറിയുന്നില്ലയോ എന്താണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ വസിക്കുന്നുവെന്ന്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ദൈവമാകിയാൽ നാം പരിശുദ്ധാത്മാവ് അധിവസിക്കുന്നത് നമ്മുടെ ശരീരത്തിലാണുണ്ട്. അത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഒരു വിശ്വാസിയുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. അത് ക്രിസ്തുവിൻ്റെ മന്ദിരമാണ്. ഈ ശരീരത്തെ ദുർനടപ്പിന് വിട്ടുകൊടുക്കാൻ പാടില്ല. കാരണം എന്താണ്? നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. എന്തിനു വിലയ്ക്ക് വാങ്ങി? യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി. ഒരുപാട് ഭാഗങ്ങളുണ്ട്. 1 കൊരിന്ത്യർ 7:23 പറയുന്നു. 1 പത്രോസ് 1:18 പറയുന്നു, നിങ്ങളെ വീണ്ടെടുത്തതോ വെള്ളി പൊന്ന് വിലയേറിയ ഒന്നുമല്ല, കർത്താവിൻ്റെ രക്തത്താൽ നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. അത് നമ്മൾ മറന്നു പോരുത്. 1 പത്രോസ് 1:18, 1 കൊരിന്ത്യർ 7:23. ഇതിലെല്ലാം തന്നെ ഇപ്പം സ്ക്രീനിൽ അത് എഴുതി കാണിക്കുന്നുണ്ട്. അതിലെല്ലാം തന്നെ കർത്താവ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങി എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. ഇതേ കാര്യമാണ് റോമർക്ക് ലേഖനം 12 പറയും, ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് ഹിതപ്രകാരം ദൈവത്തിന് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറയുന്നു. ക്രിസ്ത്യാനി എന്ത് ചെയ്താലും ദൈവനാമത്തിനായിട്ട് ചെയ്യണം. ക്രിസ്തു ശരീരം ധരിച്ച് മനുഷ്യനായി മനുഷ്യരെ വിടുവിച്ചതിനാൽ മനുഷ്യർ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് അവൻ്റെ ശരീരത്തിലാണ് എന്ന് നമ്മൾ ഓർക്കുക. ഞാനത് കൺക്ലൂഡ് ചെയ്യാണ്. നമ്മൾ പറഞ്ഞ കാര്യം കൺക്ലൂഡ് ചെയ്യാണ്. നമ്മളിന്ന് പറഞ്ഞത്, നമ്മൾ ഒരിക്കലും ഈ ലോകത്തിൻ്റെ എല്ലാ പാപങ്ങളിലും അടിമയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് നമ്മൾ നീതീകരണം പ്രാപിച്ചു. അതുകൊണ്ട് കാണുന്നതെല്ലാം ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമില്ല. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് മാത്രം നമ്മൾ ചെയ്യുക. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ശരീരം ഒരിക്കലും ദുർനടപ്പിന് നമ്മൾ സബ്മിറ്റ് ചെയ്യരുത്. നമ്മൾ ദുർനടപ്പ് കാണുമ്പോൾ അവിടെ നിന്ന് വിട്ടോടണം. കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കണം. അതുകൊണ്ട് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ മന്ദിരമാണ് നമ്മൾ. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ വസിക്കുന്നു. കർത്താവ് വില കൊടുത്ത് വാങ്ങിയതാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. എത്ര പേര് ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നു? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് വലിയൊരു മെസ്സേജാണ് ഈ പറഞ്ഞത്. കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ശരീരം ഉപയോഗിക്കണം എന്ന് പറയുന്നു. സാധാരണ നമ്മൾ പറയും ശരീരമൊക്കെ നഷ്ടപ്പെട്ടു പോകും, ഇതൊക്കെ നശിച്ചു പോകും, നന്മയൊന്നും ശരീരത്തിൽ വസിക്കുന്നില്ല, തിന്മ അത്രയും ശരീരത്തിൽ വസിക്കുന്ന പൗലോസ് തന്നെ പറയുന്നല്ലോ എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് പൗലോസ് റോമർക്ക് ലേഖനത്തിലും പറയുന്നുണ്ട്, ഇവിടെയും കൊരിന്ത്യർ ലേഖനത്തിലും പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. അത് ദൈവത്തിന് സബ്മിറ്റ് ചെയ്യുക. അതിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മുടെ ആലയത്തിൽ, ശരീരമെന്ന ആലയത്തിൽ വരത്തില്ല എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് തീരുമാനിക്കാം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു പ്രതിജ്ഞയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ വർഷം 2025 കടന്നു പോകാൻ വിട്ടുപോകാൻ ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല, കുറച്ച് നാളുകളേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഈ 2025 എൻഡിൽ ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ പറയാം,
കർത്താവേ, ഞാൻ എൻ്റെ ശരീരം കൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തും. അതിന് എൻ്റെ ശരീരത്തെ നിനക്ക് വിട്ടുതരുന്നു. നീ എൻ്റെ ആലയമാകുന്നു കർത്താവേ. എന്നിൽ നീ വസിക്കുന്നല്ലോ. അതോർത്ത് സ്തോത്രം ചെയ്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കും, മഹത്വപ്പെടുത്തും. പ്രാർത്ഥിക്കാൻ ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ ശരീരത്തെ വേറെങ്ങും ദുർനടപ്പിന് സബ്മിറ്റ് ചെയ്യാതെ ഞങ്ങളുടെ ശരീരം ഒരിക്കൽ ഉയർക്കും എന്നുള്ള ചിന്തയിൽ കർത്താവ് ഈ ശരീരം കർത്താവിന് സമർപ്പിക്കപ്പെടുവാൻ എപ്പോഴും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരം എടുത്ത് വേശ്യയുടെ ശരീരത്തിന് ചേർത്ത് വെക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കർത്താവിൻ്റെ ആത്മാവ് കർത്താവുമായിട്ട് പറ്റിച്ചേർന്നിരിക്കുന്ന അവസ്ഥയിൽ ആ ആത്മാവിനെ ഒരിക്കലും ഞങ്ങളെ ഞരങ്ങുവാനോ കെടുക്കുവാനോ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തോടൊരിക്കലും പാപം ചെയ്യാതെ ദൈവസന്നിധിയിലെ ദുർനടപ്പിൽ നിന്ന് പൂർണ്ണമായി മാറി ദൈവസന്നിധിയിൽ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഇടവരുത്തണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇനിയും പല തീരുമാനങ്ങളും ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ദൈവത്തിന് വിധേയപ്പെടുത്തി കൊടുക്കാത്ത ജീവിതങ്ങളുണ്ടെങ്കിൽ കർത്താവെ, അവരെ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുകയും അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയും ചെയ്യുവാനായിട്ട് ഇടവരുത്തണമേ. അങ്ങനെ വരുന്നവരുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് നന്മകളും അതുപോലെ രോഗത്തിൽ നിന്നുള്ള വിടുതലും ദൈവം കൊടുക്കുന്നു. ശരീരത്തിന് ഒരുപാട് പ്രയാസങ്ങൾ കൂടി വേദനകൾ കൂടി കടന്നു പോകുന്നവരുണ്ട്. പ്രത്യേകിച്ച് പ്രഷർ, ഡയബറ്റിക് ഒക്കെ ആയിട്ട് പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന ചില ആളുകളുണ്ട്. നിങ്ങളുടെ സബ്മിഷൻ കുറച്ചും കൂടി ദൈവസന്നിധിയിലെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിലാകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളത് ചെയ്യുമോ? അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുകയും വലിയ വിടുതൽ നിങ്ങളുടെ ജീവിതങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ഈ രോഗങ്ങളിൽ നിന്നെല്ലാം ദൈവം വിടുതൽ വരും. അവൻ്റെ അടിപ്പിണരുകൾ നമുക്ക് സൗഖ്യം വന്നു. മാനസിക സൗഖ്യം മാത്രമല്ല, ശാരീരിക സൗഖ്യം അതിനകത്ത് പൂർണ്ണമായിട്ട് അടങ്ങിയിരിക്കുന്നു എന്ന് ചിന്തിക്കുകയും ദൈവസന്നിധിയിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യും. ദൈവം നമ്മളെ വിടുവിക്കും. കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം അനുഗ്രഹിക്കാൻ സഹായിക്കും. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്നവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക, പ്രയർ റിക്വസ്റ്റുകൾ അയച്ചു തരിക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫസ്റ്റ് സൺഡേ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങളുടെ നമ്പർ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ അതിനകത്ത് ആഡ് ചെയ്യുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.